ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും കഥക്കൂട്ട് ടേഴ്സിലേക്ക് സ്വാഗതം. മഹാഭാരത കഥയിൽ പാണ്ഡവരുടെയും കൗരവരുടെയും ജനനത്തെക്കുറിച്ചുള്ള കഥ കേൾക്കാം. ഹസ്തിനപുരിയിലെ രാജകുമാരന്മാരായിരുന്നു ധൃതരാഷ്ട്രരും പാണ്ഡുവും. അന്ധനായ ധൃതരാഷ്ട്രർ ഗാന്ധാരിയെയും പാണ്ഡു കുന്തി രാജകുമാരിയെയും വിവാഹം കഴിച്ചു. കുറച്ചു കാലം കഴിഞ്ഞ് ഭീഷ്മർ പാണ്ഡുവിനെ കൊണ്ട് രണ്ടാമതൊരു വിവാഹം കൂടി കഴിപ്പിച്ചു. മാദ്രരാജാവായ ശല്യരുടെ സഹോദരിയായ മാദ്രി ആയിരുന്നു ആ വധു. പാണ്ഡു കുന്തിയോടും മാദ്രിയോടുമൊത്ത് സസുഖം നാടുവാണു. ഒരു മാസത്തിനു ശേഷം അദ്ദേഹം ദിഗ്വിജയത്തിന് പുറപ്പെട്ടു. ആ വീരന്റെ മുന്നിൽ രാജാക്കന്മാരെല്ലാം അടിയറവ് പറഞ്ഞു. പാണ്ഡു ദിഗ്വിജയായി തീരുകയുണ്ടായി. ധൃതരാഷ്ട്രന്റെയും പാണ്ഡുവിന്റെയും സഹോദരനായ വിതുരരെയും അനുരൂപയായ ഒരു യുവതിയെക്കൊണ്ട് ഭീഷ്മർ വേലി കഴിപ്പിച്ചു. കാലം കടന്നുപോയി. ഒരു നാൾ വേദവ്യാസൻ യാത്രാമധ്യേ ഹസ്തിനപുരത്തിൽ വന്നെത്തി. ഗാന്ധാരി അദ്ദേഹത്തെ യഥോചിതം ശുശ്രൂഷിച്ചു. അതിൽ പ്രസാദിച്ച വ്യാസൻ, നിനക്ക് 100 പുത്രന്മാരുണ്ടാകട്ടെ എന്ന് അവളെ അനുഗ്രഹിക്കുകയും ചെയ്തു. ഈ സമയം പാണ്ഡുവാകട്ടെ പത്നിമാരുമൊത്ത് കാട്ടിൽ വിനോദങ്ങളിൽ ഏർപ്പെട്ട് വാഴുകയായിരുന്നു. ഒരു നാൾ ഇണചേരുന്ന ഒരു മാനിനെയും മാൻപേടയെയും കണ്ട് ഒരു നിമിഷത്തെ അന്ധതയാൽ പാണ്ഡു അവയുടെ നേർക്ക് ശരമേതു. മാൻവേഷം പൂണ്ട ഒരു മുനികുമാരനും പത്നിയുമായിരുന്നു അവർ. ചാവുന്നതിന് മുമ്പ് മനുഷ്യ ശബ്ദത്തിൽ ആ മാൻ പാണ്ഡുവിനെ വിളിച്ചു പറഞ്ഞു, ധർമ്മിഷ്ഠനായ നീ എന്തിനീ പാപം ചെയ്തു? കൊലയ്ക്കും വേട്ടയ്ക്കും സമയങ്ങളുണ്ട്. നീ എന്നെ ക്രൂരമായി വധിച്ചിരിക്കുന്നു. എന്റെ വധുവിനെ നീ നിത്യദുഃഖത്തിൽ ആഴ്ത്തിയിരിക്കുന്നു. ഇതാ ഞാൻ നിന്നെ ശപിക്കുന്നു. നിനക്കും ഇതുതന്നെ വന്നു ഭവിക്കും. ഭാര്യയോടൊത്ത് രമിക്കുമ്പോൾ നിനക്ക് മൃത്യു വന്നു ചേരും. മൃഗശാപമേറ്റ് ദുഃഖിതനായ പാണ്ഡു കൊട്ടാരത്തിൽ തിരിച്ചെത്തി. ജീവിതമോഹം നശിച്ച ആ രാജാവ് വനവാസം സ്വീകരിക്കാൻ ഉറച്ചു. അങ്ങനെ പാണ്ഡുവും പത്നിമാരും സുഖസൗകര്യങ്ങളെല്ലാം ഉപേക്ഷിച്ച് മരവുരി ധരിച്ച് വനവാസത്തിന് യാത്രയായി. ഭാര്യമാരുമൊത്ത് പാണ്ഡു ശതശൃംഗം എന്ന സ്ഥലത്തേക്ക് പോയി. അവിടെ ഏറെനാൾ തപസ് ചെയ്തു. തനിക്ക് മക്കളില്ല എന്നുള്ള ദുഃഖം പാണ്ഡുവിന് എപ്പോഴും ഉണ്ടായിരുന്നു. പുത്രനില്ലാത്തവന് പിതൃലോകത്തിലും സ്ഥാനമില്ല, മോക്ഷം ലഭിക്കുകയുമില്ല. അദ്ദേഹത്തിന്റെ ദുഃഖത്തിൽ മനം നൊന്ത കുന്തി തനിക്ക് ലഭിച്ച ദിവ്യമന്ത്രത്തെക്കുറിച്ച് അദ്ദേഹത്തോട് പറയുകയുണ്ടായി. താൻ ബാലികയായിരുന്നപ്പോൾ ദുർവാസാവു മഹർഷിയിൽ നിന്നും പുത്രലബ്ധിക്കായുള്ള ഒരു ദിവ്യമന്ത്രം ലഭിച്ചിട്ടുണ്ടെന്നും ആ മന്ത്രം ജപിച്ചാൽ ഏത് ദേവനിൽ നിന്നും പുത്രനെ നേടാനാകുമെന്നും കുന്തി പാണ്ഡുവിനെ അറിയിക്കുകയുണ്ടായി. ഇതറിഞ്ഞ പാണ്ഡു അത്യധികം സന്തുഷ്ടനായി തീർന്നു. പാണ്ഡുവിന്റെ ആഗ്രഹപ്രകാരം ധർമ്മദേവനിൽ നിന്ന് കുന്തിക്കൊരു പുത്രനുണ്ടായി. തൃക്കേട്ട നക്ഷത്രത്തിൽ പകൽ നട്ടുച്ച നേരത്ത് ആ ഉണ്ണി പിറന്നപ്പോൾ ശുഭശകുനങ്ങൾ കാണായി. ആകാശത്ത് അശരീരി മുഴങ്ങി, ഇവൻ ധർമ്മിഷ്ഠരിൽ ശ്രേഷ്ഠനായിത്തീരും. അദ്ദേഹമാണ് ലോകമെങ്ങും കേളികേട്ട യുധിഷ്ഠിരൻ. പാണ്ഡുവിന് വീണ്ടും ഒരു പുത്രനെ വേണമെന്ന മോഹമുണ്ടായി. മഹാശക്തനായ ഒരു മകനെ നേടുക എന്ന നിർദ്ദേശമനുസരിച്ച് വായുദേവനിൽ നിന്ന് കുന്തിദേവിക്ക് ഒരു പുത്രൻ ജനിച്ചു. അങ്ങനെയത്രേ ഭീമസേനൻ ജനിച്ചത്. ഉണ്ണി പിറന്ന് കുറെ നാൾ കഴിയും മുമ്പ് ഒരു അത്ഭുതമുണ്ടായി. കുഞ്ഞിനെ മടിയിൽ വച്ചുകൊണ്ടിരുന്ന കുന്തി മുമ്പിലൊരു സിംഹത്തെ കണ്ട് ഞെട്ടി എണീറ്റു. ആ പൈതൽ ചെന്ന് വീണത് ഒരു പാറമേലാണ്. ശിശുവിന്റെ ശരീരപതനം പൊറുക്കാതെ ആ പാറ പൊടിഞ്ഞ് ചിതറിപ്പോയി. ഇത് കണ്ട് പാണ്ഡുവും ആശ്രമവാസികളും അത്ഭുതം പൂണ്ടു. പാണ്ഡുവിന്റെ ആഗ്രഹപ്രകാരം കുന്തിക്ക് മറ്റൊരു പുത്രൻ കൂടി പിറന്നു. ഇന്ദ്രദേവനിൽ നിന്ന് ജനിച്ച ആ പുത്രനാണ് വില്ലാളി വീരനായ അർജുനൻ. ഇതിനിടയ്ക്ക് ഹസ്തിനപുരിയിൽ പല സംഭവ വികാസങ്ങളുമുണ്ടായി. കുന്തി യുധിഷ്ഠിരനെ പ്രസവിച്ചപ്പോൾ ഗാന്ധാരിയും ഗർഭിണിയായി കഴിഞ്ഞിരുന്നു. ഏറെ മാസങ്ങൾ കഴിഞ്ഞിട്ടും കുട്ടി ജനിച്ചില്ല. പാണ്ഡുവിനും കുന്തിക്കും ധർമ്മിഷ്ഠനും തേജസ്വിയുമായ കുഞ്ഞുണ്ടായതറിഞ്ഞ ഗാന്ധാരി ദുഃഖിതയായി. തന്റെ വീർത്ത വയറ്റിൽ അവൾ കഠിനമായി മർദ്ദിച്ചു. അതിന്റെ ഫലമായി ഒരു മാംസക്കട്ടയാണ് പിറന്നത്. ഉള്ളുനൊന്ത് കരയുന്ന അവൾക്ക് മുന്നിൽ വ്യാസമഹർഷി പ്രത്യക്ഷനായി. നീ എന്താണീ ചെയ്യുന്നത് എന്ന് ശാസിച്ചു. ഗാന്ധാരി കരഞ്ഞുകൊണ്ട് പറഞ്ഞു, 100 മക്കൾ പിറക്കുമെന്ന് പറഞ്ഞിട്ട് എനിക്കുണ്ടായത് ഈ മാംസക്കട്ടയും. അത് ശരിയായി തന്നെ വരും എന്ന് പറഞ്ഞ് വ്യാസൻ
101 കുടം നെയ്യ് വരുത്തിച്ചു. ആ മാംസക്കട്ടിയെ തണുത്ത വെള്ളത്തിൽ കഴുകിയപ്പോൾ അത് തകർന്ന് 101 കഷ്ണങ്ങളായി തിരിഞ്ഞു. ആ 101 കഷ്ണങ്ങളും നെയ്ക്കുടങ്ങളിൽ ഇട്ടടച്ച് ഭദ്രമായി സൂക്ഷിക്കുവാൻ കൽപ്പിച്ചിട്ട് മഹർഷി ഹിമാലയത്തിലേക്ക് പോയി. നാളുകൾ കുറെ കഴിഞ്ഞു. ആ കുടങ്ങളിൽ ഒന്ന് പൊട്ടി ഒരു ഉണ്ണി ഉണ്ടായി. പിറന്നയുടൻ കഴുതയെപ്പോലുള്ള ശബ്ദത്തിൽ ആ കുഞ്ഞ് കൂകിക്കരഞ്ഞു. അങ്ങനെ പിറന്ന പുത്രനത്രേ ദുര്യോധനൻ. ദുര്യോധനൻ പിറന്ന നാളിൽ തന്നെയാണ് പാണ്ഡുവിന് ഭീമനും പിറന്നത്. നെയ്ക്കുടങ്ങൾ പൊട്ടി പിന്നീട് ഒന്നൊന്നായി 99 പുത്രന്മാർ പിറന്നു. 101-മതായി ഒരു പുത്രിയും പിറക്കുകയുണ്ടായി. കുന്തിക്ക് 3 ഗാന്ധാരിക്ക് 101 മക്കളുമായിരിക്കുന്നു. തനിക്ക് അതിനുള്ള ഭാഗ്യമില്ല എന്നോർത്ത് മാദ്രി അതീവ ദുഃഖിതയായി. അതറിഞ്ഞ പാണ്ഡു കുന്തിയെ വിളിച്ചു പറഞ്ഞു, കല്യാണി, ദുഃഖിതയായ നിന്റെ സഹോദരിയെ കണ്ടാലും അവൾക്കും മന്ത്രശക്തിയാൽ നീ പുത്രഭാഗ്യം നൽകുക. കാരുണ്യവതിയായ കുന്തി അങ്ങനെ ചെയ്തു. മാദ്രി മന്ത്രം ചൊല്ലി അശ്വിനി ദേവകളെയാണ് ആവാഹിച്ചത്. അവരിൽ നിന്ന് അവൾക്ക് അഴകേറിയ ഇരട്ടക്കുട്ടികൾ പിറന്നു. പാണ്ഡു അതീവ സന്തുഷ്ടനായി. വനവാസികളായ മുനിമാർ ആ കുഞ്ഞുങ്ങൾക്ക് നാമകരണം ചെയ്തു. യുധിഷ്ഠിരൻ, ഭീമൻ, അർജുനൻ, നകുലൻ, സഹദേവൻ. ഉണ്ണികളും പത്നിമാരുമൊത്ത് പാണ്ഡു വനത്തിൽ വാണുപോന്നു. ദുര്യോധനൻ, ദുശാസനൻ, ദുസ്സഹൻ, ദുശ്ശലൻ തുടങ്ങിയ 100 ഗാന്ധാരി പുത്രരും ദുശ്ശള എന്ന കന്യകയും ഹസ്തിനപുരിയിലും വളർന്നു വന്നു. കൂട്ടുകാരെ, നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് തരണം കേട്ടോ. ഇനി അടുത്ത കഥയുമായി വരുന്നവരെ ബൈ.